നിങ്ങൾക്കൊരു പ്രൈവസി ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ ഒരു ബെഡിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നിട്ട് അത് കിസ്സാക്കി, റൊമാൻസ് ആക്കി, പ്രശ്നമാക്കി, പുറത്ത് വിട്ടു. എവ്രിവൺ ഷുഡ് നോട്ട് പ്രൊമോട്ട് സദാചാരം. ബിഗ് ബോസ് പറയുന്നത് ഇത് നിങ്ങളുടെ അവസാനത്തെ ടാസ്ക് ആയിരിക്കും. എൻ്റെ പ്ലാനിങ്, എൻ്റെ പ്ലോട്ടിങ് എല്ലാം പാൾസായി. ഇഫ് യുവർ ഗെയിം ഇസ് ഗോയിങ് ഡൗൺ ഇൻ ദ ഹൗസ്, ക്യാപ്റ്റനോട് കാല് പിടിച്ച് പറ കിച്ചൺ ടീമിൽ കയറണം. അനീഷിനൊരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് കാരണം പോയത്. ലാട്ടൻ കണ്ടിട്ടില്ല, ഷോ ഡയറക്ടർ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അനുമോൾ മാത്രം കണ്ട കാര്യമാണ്. നിങ്ങളിങ്ങനെ ഒരാളെ ഇമോഷണലാക്കി നിങ്ങളെ ആളെ കൊന്നു കളയാതെ. മസ്താനി പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫണ്ണിൽ എടുക്കുന്ന സാധനമായിരുന്നു. എനിക്ക് കക്കൂസ് ടീം ക്യാപ്റ്റൻ. നിങ്ങൾ താഴെ ലക്ഷ്മിയും കൂടി എടുത്തിക്കോടെ. ഇനി വീടിനകത്ത് കയറുമ്പോൾ ഞാൻ പുതപ്പിട്ട് കയറിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. റീ എൻട്രി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കൊരങ്ങൻ സ്വയം പൊക്കി ആവണ്ട. എനിക്ക് ട്രോൾ ചെയ്യാൻ നിർത്തി. ഞാൻ ആൾക്കാരെ ട്രോൾ ചെയ്ത് കൊന്നു കളി എന്തെങ്കിലും പറഞ്ഞാൽ. അടുത്തത് എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ചീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്തിട്ട് എന്താണോ വായിക്കുന്നത് അവരെ കുറിച്ച് മൈൻഡിൽ വരുന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ മറ്റേ ബിഗ് ബോസ് ടാസ്ക് പോലെ എല്ലാം 1 by 1 ടാസ്ക് ഒന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ടാസ്ക് ഒക്കെ. ഇടയ്ക്കിടയ്ക്ക് ഒരു ടാസ്ക് ഇല്ലെങ്കിൽ ബോറല്ലേ? യെസ്. എന്താണ് കിച്ചൺ ടീം? കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത വെറൈറ്റി ഉള്ള ടീമാണ്. നിങ്ങൾക്ക് കണ്ടന്റ് ഡൗൺ ആവുകയാണെങ്കിൽ വീട്ടിൽ, ഞാൻ ഗെയിം പെർസ്പെക്റ്റീവ് സംസാരിക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഗെയിം ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഫ് യുവർ ഗെയിം ഇസ് ഗോയിങ് ഡൗൺ ഇൻ ദ ഹൗസ്, ക്യാപ്റ്റനോട് കാല് പിടിച്ച് പറ കിച്ചൺ ടീമിൽ കയറണം. കിച്ചണിലാണ് കണ്ടൻസ്. യെസ്, കിച്ചണിലാണ് എല്ലാം ക്രിസ്പ് സാധനങ്ങളൊക്കെ, എല്ലാം നല്ല നാച്ചുറൽ സംസാരം. ഞാൻ തക്കാളി കട്ടി ഭയങ്കര നാച്ചുറലി തോന്നും. ഒരു സിനിമ പെർസ്പെക്റ്റീവ്, ഞാനൊരു സിനിമ ലവറാണല്ലോ. ഒരു ഫ്രെയിം വെച്ചാൽ കിച്ചൺ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ. അപ്പോൾ കിച്ചൺ ടീം ഇസ് ഫോർ പീപ്പിൾ ഹു വാണ്ട് ടു ഹാവ് കണ്ടന്റ് ആൻഡ് ബി ആക്റ്റീവ് ഇൻ ദ ഹൗസ്. ഏറ്റവും കൂടുതൽ കിച്ചൺ ടീമിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. എല്ലാം 2-3 വീക്സിലും കിച്ചൺ ടീമാണ്. ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി സ്പെഷ്യലിസ്റ്റൊക്കെ വിളിക്കാൻ തുടങ്ങി എൻ്റെ മറ്റേ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ. അപ്പോൾ കിച്ചണിനോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്. ഐ എം വെരി അറ്റാച്ച്ഡ് ടു ദ കിച്ചൺ ടീം. ഐ ഹവ് ഡൺ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം എനിക്ക് ബീട്രൂട്ട് ഉണ്ടാക്കാൻ അറിയാം, ക്യാബേജ് സോറിന് ഉണ്ടാക്കാൻ അറിയാം, ദാൽ ഉണ്ടാക്കാൻ അറിയാം, ചപ്പാത്തി ഉണ്ടാക്കാം, ജീര റൈസ്, മറ്റേ ചോറ് ക്ലീൻ ചെയ്യാൻ അറിയാം, പാലിൻ്റെ കുറച്ച് ലഡ്ഡു ഉണ്ടാക്കാൻ അറിയാം. എന്തൊക്കെ ഞാൻ പഠിച്ച്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗുരുകുല് പോലെയാണ്. ഉമ്മാതി സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സീരിയസ്ലി ഐ ലേൺഡ് എ ലോട്ട് ഫ്രം കിച്ചൺ. ജീവിക്കാം. അത് ബിഗ് ബോസ് കൊടുത്തൊരു ഒരു ലേർണിംഗ് ആണ്. കക്കൂസ് ടീം ക്യാപ്റ്റൻ. നിങ്ങൾ താഴെ ലക്ഷ്മിയും കൂടി എടുത്തിക്കോടെ. കക്കൂസ് ടീം ക്യാപ്റ്റൻ. ഇത് ബേസിക്കലി ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയ പേരാണ് കക്കൂസ് ടീം ക്യാപ്റ്റൻ. ബിക്കോസ് ഞാൻ ഈ വീട്ടിൽ കയറിയപ്പോൾ ഐ യൂസ് ടു ബി ലൈക്ക് ടോയ്ലറ്റ് ടീം ക്യാപ്റ്റൻ ആരാ. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ടോയ്ലറ്റ് ഒന്നും അല്ല അക്ബർ, നിന്റെ ഇംഗ്ലീഷൊക്കെ നീ നാട്ടിൽ വെച്ചാൽ മതി, ടോയ്ലറ്റ് ഒന്നും അല്ല, ഇവിടെയൊക്കെ കക്കൂസേ പറയുള്ളൂ നമ്മൾ. ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി തൊട്ട് ഞാൻ കക്കൂസ് ടീം പറയുള്ളൂ. അങ്ങനെ പറഞ്ഞ ട്രെൻഡായി വന്നു. ആരും പറയുമ്പോൾ കക്കൂസ് ടീം. അപ്പോൾ അവൾ ലക്ഷ്മിനോട് പറയുന്നു കക്കൂസ് ടീം അല്ല, ഇറ്റ്സ് വാഷ്റൂം ടീം. അപ്പോൾ ഈ ടീമിനോട് എനിക്ക് അറ്റാച്ച്മെന്റ് പറഞ്ഞാൽ ഇതിനകത്ത് പണി ഭയങ്കര കുറവാണ്. ഗെയിം പെർസ്പെക്റ്റീവിൽ നമുക്കവിടെ പോയി റിലാക്സ് ചെയ്യാൻ വേണ്ടി കക്കൂസ് ടീം എടുക്കാം, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാം, നല്ലോണം ചെയ്യാം. അങ്ങനെ ബെഡ്ഷീറ്റ് ഇഷ്യൂ. ഞാനും ജിസയിലുണ്ടായ ഇഷ്യൂ അല്ലേ, അതിലെനിക്ക് തന്നെ സന്തോഷമേ ഉള്ളൂ. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാൻ ഉണ്ട്. ഇനി വീടിനകത്ത് കയറുമ്പോൾ ഞാൻ പുതപ്പിട്ട് കയറിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. റീ എൻട്രി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ മൈൻഡിലൊക്കെ ഉണ്ടായിരുന്നു റീ എൻട്രി ചെയ്യാൻ. പക്ഷേ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അത് കാരണം എനിക്ക് നല്ല ഹൈപ്പ് കിട്ടിയെന്ന് ഞാൻ കണ്ടു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ എൻ്റെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നു. ഈ ആര്യൻ സദാചാരം പാടില്ല. ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കൊടുത്തൊരു ലേർണിംഗ് ഔട്ട് സൈഡ്. ആൾക്കാർ ഫൈറ്റ് മാത്രം തക്കളിയൊക്കെയാണല്ലോ ഇഷ്യൂ ഈ വീട്ടിൽ. ഐ ടോട്ട് ദ സൊസൈറ്റി ദാറ്റ് സദാചാരം നല്ലൊരു കാര്യമല്ല. നിങ്ങൾക്കൊരു പ്രൈവസി ഉണ്ടാവും. അവിടെ നമ്മളവിടെ ഒരു ബെഡിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നിട്ട് അത് കിസ്സാക്കി, റൊമാൻസ് ആക്കി, പ്രശ്നമാക്കി, പുറത്ത് വിട്ടു, ബാഡ് രീതിക്ക് വിട്ടു, കുഴപ്പമില്ല, ഗെയിം ആവാം. പക്ഷെ അവിടെ ഞാൻ ലേൺ ചെയ്ത കാര്യമാണ്, ഞാനാണ് ഈ വീട്ടിൽ നിന്ന് ഫസ്റ്റ് മെസ്സേജ് പുറത്തോട്ട് കൊടുത്തത്. സദാചാരം എന്ന് പറഞ്ഞ സാധനം നല്ല കാര്യമല്ല. എവ്രിവൺ ഷുഡ് നോട്ട് പ്രൊമോട്ട് സദാചാരം. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറ കണ്ടിട്ടില്ല, ലാട്ടൻ കണ്ടിട്ടില്ല, ഷോ ഡയറക്ടർ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അനുമോൾ മാത്രം കണ്ട കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ ജയിച്ചപ്പോൾ എന്നെ കെയിം ടു നോ ദാറ്റ് ഐ എം വെരി റൈറ്റ്. ഞാൻ ഉറപ്പിച്ചു, ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി പോകുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര കോൺഫിഡൻ്റ്ലി പറഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ലായിട്ട് പറഞ്ഞു ആര്യൻ ഒന്നും കണ്ടിട്ടില്ല, അനുമോൾ ചെയ്ത് തെറ്റാണ്, അത് എൻ്റെ വിജയമാണ്. അപ്പോൾ ഞാൻ ഒരു പുറത്ത് ലേർണിങ്ങും ഇട്ടു. സൊസൈറ്റിക്കലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സദാചാരം ഇസ് എ ബാഡ് തിങ് എന്ന് പറയുന്ന സാധനം ഇട്ടു. പ്ലസ് ഐ ഗോട്ട് കണ്ടന്റ് ഓൾസോ. എനിക്ക് കുറച്ച് ബാഡൊക്കെ അടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. സ്പോർട്സ്മാനാണ് ഞാൻ ഈ കാര്യത്തിലൊക്കെ.
ലക്ഷറി ഐറ്റംസ് എനിക്ക് അങ്ങനെ വലിയ വില ഒന്നും ഉണ്ടായിട്ടില്ല ലക്ഷറി ഐറ്റംസ്. പണിപ്പുറല്ലേ ഉദ്ദേശിച്ചത്? പണിപ്പുറ ലക്ഷറി ഐറ്റംസ് പറഞ്ഞാൽ എന്താ പെർഫ്യൂം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരു സൂപ്പർ റേസർ ബാൻഡിന്റെ സാധനം ഉണ്ടായിരുന്നു, ഞാനത് കളഞ്ഞിട്ടില്ല. സൂപ്പർ റേസർ ബാൻഡ് ഹാസ് ബീൻ ആ ബാൻഡ് എനിക്ക് ഫുൾ 30 days ഉണ്ടായിരുന്നു. ഐ എം ദി ഓൺലി കണ്ടസ്റ്റന്റ് ഇൻ ബിഗ് ബോസ് who has not worn clothes of Big Boss. I have only worn my clothes. ബാക്കി എല്ലാവരും ഫസ്റ്റ് മന്ത് കിട്ടിയ തുണികൾ എല്ലാ ദിവസവും കഴുകി ഞാൻ എല്ലാ ടാസ്ക് ചെയ്യിച്ചു. ഞാൻ 80% ഈ വീട്ടിൽ ഞാൻ ടാസ്ക് എല്ലാം ചെയ്യിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പ്രിവിലേജ് എനിക്ക് ഓൾവേസ് ഉണ്ടായിട്ടുണ്ട്. ലക്ഷറി ആയിട്ട് പണിപ്പുറ പോകുന്നത് ഞാൻ ഇവർക്ക് വേണ്ടിയാണ്. ഇവരെന്നെ സെലക്ട് ചെയ്യും ആര്യൻ ഏറ്റവും സ്പീഡിൽ ഫാസ്റ്റാണ്, ആര്യൻ പോട്ടെ പണിപ്പുറ. ഞാൻ ഈ പണിപ്പുറ പോകുന്നത് ഇവർക്ക് സാധനം എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. എനിക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. ആ പ്രിവിലേജ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ലക്ഷറി ഐറ്റംസിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ജിസേലിനെയൊക്കെ പറയുന്നത് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് ശരിക്കും മേക്കപ്പ് യൂസ് ചെയ്യായിരുന്നോ? ഞാൻ ആക്ച്വലി ഇവള് ബഹളം വെക്കുമ്പോൾ എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യേണ്ട ഈ കാര്യത്തിൽ അറിയില്ല. ഞാൻ കാണുന്നുണ്ടെങ്കിൽ റെഡ് ആയിട്ട് കയറിയിരുന്നത്, പക്ഷെ അത് ബീട്രൂട്ട് ആണെന്ന് പറയുന്നത് ഷീസ് ഇറ്റ്സ് ബീട്രൂട്ട്. അപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ. ഐ ലുക്ക്ഡ് അറ്റ് ഇൻ മൈ പെർസ്പെക്റ്റീവ് നോയിങ് ദാറ്റ് ഐ ലൈക്ക് ജിസേൽ, ഷീസ് പാവാണ് അവള്. അത് കാരണം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബീട്രൂട്ട് ആയിരിക്കും. അവൾ എന്നോട് പറയും, എന്നോട് സ്പെഷ്യൽ ഒന്നും പറയണ്ട അവളിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്നോട് അത്ര ഇഷ്ടമുള്ള കാരണം ബീട്രൂട്ട് തന്നെയാണെങ്കിൽ തോന്നി. ബിക്കോസ് അത് അനു എടുത്തിട്ടുണ്ട്, അനുവിടെ ചുണ്ടും ഭയങ്കര ഇങ്ങനെ റെഡ് ആയിട്ടിരിക്കുക. സോ ഈ കാര്യത്തിൽ എനിക്കത് ഉറപ്പില്ല. ടിക്കറ്റ് ടു ഫിനാലെ ഇതൊക്കെ ഒന്നും ഇടാതെ നിങ്ങളിങ്ങനെ ഒരാളെ ഇമോഷണൽ ആക്കി നിങ്ങളെ ആളെ കൊന്നു കളയാതെ. പക്ഷെ ഇതൊക്കെ ഞാൻ എത്ര പോയിന്റിന് തൊട്ടത്? 5 പോയിന്റ്. 15 ടാസ്ക് ഉണ്ടായതാ, 8 ടാസ്കിൽ ഒതുക്കി. അപ്പോൾ എൻ്റെ പ്ലാനിങ്, ഞാനൊരു സ്പോർട്സ്മാനാണ്. നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഒരു സീരീസ് ഉണ്ടാവും. സീരീസിൽ എത്ര മാച്ചെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇപ്പോൾ പറയും 4 മാച്ചുണ്ട് ആര്യൻ, 4 മാച്ചിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടപ്പോൾ എഴുതിയ ഫോർമേഷൻ കണ്ടപ്പോൾ 15 ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മൈൻഡിൽ പ്ലാൻ ചെയ്തത് 15 ടാസ്കിന് വേണ്ടിയാണ്. മഴ കാരണം കുറേ ടാസ്ക് വാഷ് ഓഫ് ചെയ്തു. 5-6 പോയിന്റ് എന്തോ ലീഡിലിരിക്കുമ്പോഴാണ് നൂറ ബിഗ് ബോസ് പറയുന്നത് ഇത് നിങ്ങളുടെ അവസാനത്തെ ടാസ്ക് ആയിരിക്കും. അപ്പോൾ എൻ്റെ പ്ലാനിങ്, എൻ്റെ പ്ലോട്ടിങ് എല്ലാം പാളിസായി. എനിക്കറിയാവുന്ന 2-3 ടാസ്ക് ഇനി പറഞ്ഞാൽ ഞാൻ അത് മോണോപ്പൊളി എടുത്ത് ലീഡ് പിടിച്ചെടുക്കും. 5 പോയിന്റല്ലേ ഉള്ളൂ. പക്ഷെ അത് ടിക്കറ്റ് ടു ഫിനാലെ എൻ്റെ എൻ്റെ കരിയറിൻ്റെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ജേർണിയുടെ എൻഡായിരുന്നു. ഞാനിതുവരെ ഒരു ടാസ്കും തോറ്റിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ദ ഹയസ്റ്റ് പേഴ്സൺ ടു വിൻ ടാസ്ക്സ് ഇൻ ടിക്കറ്റ് ടു ഫിനാലെ ഞാനാണ്. 3 പ്രാവശ്യം 4 പ്രാവശ്യം 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അട്ടിപ്പിച്ച് ഐ ബീറ്റ് 8 പീപ്പിൾ ഇൻ 1 ടൈം, മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ അവിടെ ഞാൻ സെക്കൻഡ് പൊസിഷനിലാണ്. അതിന് മുമ്പിലത്തെ 3 വീക്ക്ലി ടാസ്കും ജയിച്ചുകൊണ്ടിരിക്കുക. ഇത്ര എഫേർട്ട് കൊടുത്ത് ഞാൻ ടിക്കറ്റ് ഫിനാലെ കാരണം ഞാൻ പുറത്തായി. അതിൻ്റെ റിസോഴ്സിന് വെരി ഇമോഷണൽ. ഇറ്റ്സ് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. ഇറ്റ്സ് എൻ ഇമോഷണൽ തിങ് ഫോർ മീ. അവിടെ ജയിക്കേണ്ട സാധനമായിരുന്നു ഞാൻ. പട്ട ഗേൾസ് എന്ന് പറഞ്ഞാൽ ബ്രൂച്വൽ ട്രൂത്ത് ഇസ് ദാറ്റ് പട്ട ഗേൾസ് ആയിട്ട് അങ്ങനെ പോകരുത്. ഭയങ്കര ബാഡ് വേ ഓഫ് കമ്മിങ് ആസ് എ ടീം. പ്ലേ അലോൺ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുമ്പോൾ ഇവരിങ്ങനെ പട്ടായ പോകുന്ന ഒരു ടീം പോലെ ആയിരുന്നു ഇനിഷ്യലി വന്നപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ പട്ടായ ഗേൾസ് തുടങ്ങി, ലാസ്റ്റ് ഇവർ പട്ടയായി. അപ്പോൾ ഇങ്ങനെ പട്ട ഗേൾസ് എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞു. ബേസിക്കലി ഇവർ എന്ത് ചെയ്താലും ഒരുമിച്ചാണ്. ഫുഡ് കഴിച്ചാലും വാഷ്റൂം പോയാലും മറ്റേ ചേഞ്ചിങ് റൂമിൽ പോയാലും എവിടെ പോലും ഒരുമിച്ചാണ് ഈ 3 പേരും. അപ്പോൾ അങ്ങനെ നമ്മൾ പട്ട ഗേൾസ് വിളിക്കാൻ തുടങ്ങി. ഒരു ഫൺ രീതിക്ക് ഒരു കോമഡിയാണ് ഇവർ 3 പേരും. ഇങ്ങോട്ട് അങ്ങോട്ട് സെയിം വോട്ട് മറിച്ചുകൊണ്ടിരിക്കും, സെയിം ഡിസ്കഷൻ, വോട്ടിന് ഡിസ്കസ് ചെയ്യും. 3 പേര് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ ഭയങ്കര സ്മാർട്ടായിരുന്നു ഇവർ 3 പേരും പട്ട ഗേൾസ്. ലാസ്റ്റ് വരെ പോകുന്നുണ്ട്. പിങ്ക് സോഫ ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലമായിരുന്നു പിങ്ക് സോഫ. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ സോഫയിൽ. ഈ സോഫയിൽ എന്ന് പറഞ്ഞാൽ ഇരുന്ന മൊത്തം വീട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക കോർണറിൽ. എല്ലാവരും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ നിന്ന് കേൾക്കാം, അവിടെ പ്രശ്നം ഉണ്ടായാൽ അവിടെ നിന്ന് കേൾക്കാം. എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാം. ലൈവാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ്. ഐ ലവ് ദിസ് സോഫ. അത് കുറച്ച് ഓവറായിരുന്നു. അത് കാരണം ഞാൻ മറക്കൂല ഈ സോഫ. എല്ലാം ഓവർ അഭിനയമായിരുന്നു. ജയിൽ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ 85 days നിന്നു. ഒരു തവണ ഞാൻ ഈ ജയിലിൽ ഞാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മാതിരി കുറ്റങ്ങൾ ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. അതുകൊണ്ടല്ലേ ആൾക്കാരെ ജയിലിൽ വിടാത്തത്. പക്ഷെ എല്ലാരും പറയുന്നുണ്ടല്ലോ ജയിലിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് റീച്ച് കിടും. എനിക്ക് ആ സ്ക്രീൻ സ്പേസ് വേണ്ട. അതല്ലാത്തതാണ് ഞാൻ 85 days ഇവിടെ നിന്നിട്ട്. പ്രേക്ഷകർക്കും അറിയാം, വീട്ടിലെ ആൾക്കാർക്ക് അറിയാം എന്നെ ജയിലിൽ റേറ്റിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ നീറ്റായി കളിച്ചോണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ പോയത് അനീഷ്
അനീഷിനൊരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അത് കാരണമാണ് പോയത്. അതെ, അവർക്ക് ആഗ്രഹം ഉണ്ടല്ലോ ജയിലിൽ പോകണം എന്നും ആഗ്രഹം. എനിക്ക് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും, പക്ഷെ അത് ഞാൻ വെച്ച് ജയിലിൽ പോകുന്ന ആൾക്കാർ കുറ്റം ചെയ്യുന്ന ആൾക്കാരല്ലേ. ഞാൻ ഈ വീട്ടിൽ നീറ്റ് ഗെയിം വെച്ചിട്ട് കാണാൻ ഇത്ര ദിവസങ്ങൾ നിന്നത് ഇൻ ടേംസ് ഓഫ് ആരെ കുണിച്ചിട്ടോ അല്ലെങ്കിൽ കൊല്ലാൻ നോക്കിയിട്ടോ അങ്ങനെ. ഐ പ്ലേഡ് വെരി നീറ്റ്. I have made my part the best and played, not put anyone down. ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പ് രണ്ടുപേരും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, രണ്ടുപേരും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്സ് ആണ്. ഐ ലൈക്ക് ദം. രണ്ടുപേരും അവരുടെ രീതിക്ക് കുറച്ച് ഒരു ഫണ്ണാണ് രണ്ടുപേരും. ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താലും നല്ല ഫ്രണ്ട്സാണ്. മസ്താനി എവിക്ഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫണ്ണിൽ എടുക്കുന്ന സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര ടക്ക സാധനം ഇങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അത് ഞാൻ ഡാൻസ് ചെയ്തപ്പോൾ അപ്പാണി പോയപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു, അപ്പാണി പോയില്ലേ. അപ്പോൾ അപ്പാണിക്ക് വേണ്ടി ഒരു സാധനം പിടിച്ചതാണ്. പക്ഷേ മസ്താനിക്ക് അറിയായിരുന്നു ഞങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു മസ്താനി ഞങ്ങൾ ഡാൻസ് ചെയ്യും കേട്ടോ, വിഷമിക്കില്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ പുറത്ത് വന്നത് അങ്ങനെ മീഡിയ ഭയങ്കര ബുള്ളി ചെയ്തു അവളെ. അത്രേ ഉള്ളൂ. ഐ വോണ്ടഡ് ടു ഡു PR, പബ്ലിക് റിലേഷൻ. പബ്ലിക്കായിട്ട് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യും, ഹൗ കെൻ വി ഇപ്പോൾ ഫോളോവേഴ്സ് ആയാലും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ നമുക്ക് റീച്ച് കൂടാൻ പറ്റും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ PR വേണം. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ PR എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിരുന്നു. ഇവരെനിക്ക് വേണ്ടി ചത്തുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല ലൈഫിൽ. ഈ കാര്യങ്ങളൊക്കെ അത് ഞാൻ കുറേ കാര്യം കേട്ടു, 15 ലക്ഷം 30 ലക്ഷം കൊടുത്ത് അവൻ ജയിക്കും അങ്ങനെ ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ. ഞാൻ അവൻ ചെയ്ത് റെസ്പെക്ട് ഉണ്ട്, റെസ്പെക്ട്. അത് അവരുടെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജയിക്കേണ്ട കുഴപ്പമില്ല. പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ സ്പോർട്സ്മാൻ ആണ്. അപ്പോൾ വിക്ടറി cannot be bought but it can be earned. I want to earn the victory. ഞാൻ ഇവിടെ ഏൺ ചെയ്തിട്ടുണ്ട് ഈ ലവ് സപ്പോർട്ടും ഈ എല്ലാ കാര്യങ്ങളും. സോ ഐ ആം ഹാപ്പി. ലാലേട്ടന് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സംസാരം കാരണം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ ഇങ്ങനെ ആംഗ്രി ആവാറുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടനെ അറിയാം, ലാലേട്ടനെ ഞാൻ ഈ ഹൃദയത്തിനെ ഞാൻ പുള്ളിനെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിനെ അത്ര സ്നേഹിക്കും. യെസ്, ഐ ലവ്ഡ് ലാലേട്ടൻ. ഐ സ്റ്റിൽ ലവ് ഹിം. ഐ ഹഗ്ഡ് ഹിം. പോകുന്ന മുമ്പ് പുള്ളിക്ക് ഒരു ഓറ ഓഫ് എ ഗോഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്മെല്ലുണ്ട്, അടിപൊളി പെർഫ്യൂം. തോന്നിയില്ല അങ്ങനെ വിട്ടു കൊടുക്കാൻ. ലാലേട്ടൻ പറയാണ് യു പ്ലേഡ് വെരി വെരി വെൽ ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയുമ്പോൾ ഞാൻ ജയിച്ചു. അവിടെ ഞാൻ ചോദിച്ചു വേറെ ഒന്നും വേണ്ട. ഇത് ഞാൻ പറയുന്നത് മൈ ഫേവറേറ്റ് ആൻഡ് മൈ ഗോഡ്. ഫാമിലി വീക്ക് വെരി സ്പെഷ്യൽ ടു മീ ബിക്കോസ് എനിക്കറിയാം എൻ്റെ ഒരു ബിഗ് ബോസിലൊരു ഗ്രാഫ് അനുസരിച്ചിട്ട് എൻ്റെ ഗെയിം കുറച്ച് മീഡിയോക്കർ പോകുന്ന സമയത്താണ് എൻ്റെ ഫാമിലി കയറിയത്. അവിടുന്ന് കിട്ടി എനിക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാഫിൽ അപ്ലിഫ്റ്റ്. എൻ്റെ ഗെയിമിൽ ഫാമിലി വീക്ക് വന്നിട്ട് എനിക്ക് മോഹിനി ടാസ്ക്, വീക്ക്ലി ടാസ്ക്, അത് എൻ്റെ ഫാമിലി തന്നെയാണ് പൊക്കിക്കൊണ്ട് പോയത്. മൈ മദർ ആൻഡ് മൈ ബ്രദർ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണലാക്കി. എൻ്റെ ഗെയിമിൻ്റെ ഒരു സാധനം മാറി. അവിടെ എല്ലാം പോയത് ഹൈപ്പില്ല. അവിടുന്ന് കിട്ടിയ ഈ പറഞ്ഞ എന്തെങ്കിലും കുറച്ച് സക്സസ് കിട്ടിയത് ഈ ഒരു ഫാമിലി വീക്കിൽ നിന്നാണ് എല്ലാം എൻ്റെ ലൈഫ് ടേൺ ആയത്. യെസ്, മോസ്റ്റ് ബെസ്റ്റ് ടേണിംഗ് പോയിന്റ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ചീറ്റ് ആൻഡ് ലോട്ട് ഗെയിം. ഓക്കെ, ഇനി ലാസ്റ്റ് ഒറ്റ ഇതേ ഉള്ളൂ. അത് പക്ഷേ ഇങ്ങനെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊന്നുമില്ല. അത് ഞാനൊരു ആനിമൽസിന്റെ പേര് പറയും. ഹൂ ഈസ് ദാറ്റ് ആനിമൽ ഇൻ ബിഗ് ബോസ്? അയ്യോ പണികൾക്കല്ല നിങ്ങൾ. കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഫോക്സ്. ക്ലെവർ ഫോക്സ് എന്ന് പറയുമ്പോൾ ഒനീൽ ഭയങ്കര ക്ലെവറാ, ഭയങ്കര ഫോക്സ് മാതിരിയാവും. കണ്ണിങ് ആൻഡ് സ്മാർട്ട് ആൻഡ് എങ്ങനെയെങ്കിലും ഒരാളെ ജയിക്കാം. അങ്ങനെ ക്ലെവർ ആയിട്ടുള്ള ആളാണല്ലേ. ക്ലെവറാ. വൾച്ചർ ഞാൻ പറയുമ്പോൾ അങ്ങനെ വൾച്ചറായിട്ട് അങ്ങനെ വീട്ടിലെങ്കിൽ തോന്നിയിട്ടില്ല. പ്രവീൺ അങ്ങനെ. ഉയർന്ന് പറക്കുന്നത് ബിനി നല്ലൊരു ഗെയിമറായിരുന്നു. ഒരു സമയത്ത് ബിനി നല്ലോണം ഇങ്ങനെ ടോപ്പ് ഫസ്റ്റ് ഗേൾ ക്യാപ്റ്റൻ ഓഫ് ദ ബിഗ് ബോസ് സീസൺ 7 ആയിരുന്നു. നമ്മൾ ടാസ്കിലെല്ലാം പൊട്ടിച്ച് കറക്റ്റായി പീക്ക് നിൽക്കുന്ന സമയമായിരുന്നു അത്. ഷീ സമൺ ഹൂസ് ഫ്ലൈയിങ് ഇൻ ഹൈറ്റ്സ്. നല്ലൊരു ഗെയിമറായിരുന്നു. പൂച്ച ഷാനവാസ്. നല്ല രുദ്രൻ സ്റ്റൈലൊക്കെ. അതെ, സിംഹമൊക്കെ അവര് പുള്ളി തന്നെ ചൂസ് ചെയ്തതാ. ഈ പറഞ്ഞ പോലെ പുള്ളി ഇങ്ങനെ പറഞ്ഞ മീശ മാസ് കാണിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പുള്ളി മിയാന്ന് പറഞ്ഞ സൈഡാവും ചില കാര്യത്തിലൊക്കെ. ആള് പാവമാണ്, നല്ലൊരു മനുഷ്യനാണ് പുള്ളി. കൊരങ്ങൻ നെവിൻ. സെറ്റാണ്, നെവിനാണ്. 100% നെവിനാണ്. 100% മങ്കി മാതിരിയാണ് അവൻ. ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. That's how he is in the house. So I think Nevin is one. കാണ്ടാമൃഗം. ഹിപ്പോപ്പൊട്ടാമസ് ഭയങ്കര തൊലിക്കട്ടിയുള്ള.
തൊലികൊട്ടിയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ വാക്ക് വെച്ചിട്ട് വീട്ടിലുണ്ടായ പേര് ഞാൻ പറയാം. അത് ഇതിൽ അക്ബറിനെ വിളിച്ചിട്ടുണ്ടെന്നത് കാണ്ടാമൃഗം, അത്രയ്ക്ക് തൊലികെട്ടിയുള്ളത്. ഇതും അപ്പാണീനെ വിളിച്ച വാക്കൊക്കെയാണ് ഇവര് വീട്ടില്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര്, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. ഒറ്റയാൻ മറ്റേ സിംഗിൾ ആയിട്ട് വരുന്ന കാട്ടിൽ ഒറ്റയിട്ടുള്ള എലിഫന്റ് ഇല്ലേ, ജംഗിൾ ഫുൾ. അനീഷ് ഒറ്റയാൻ. ഹൗസിൽ അങ്ങനെ പറയാനായിട്ടുള്ള അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒറ്റയ്ക്കാണ് പുള്ളി. ഒറ്റപ്പെടുത്തൽ കാർഡാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. എന്ത് ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ വന്ന് ജയിക്കാൻ വന്നതാണ്, ഞാൻ കോമൺ മാൻ ആണെന്ന് പറഞ്ഞ സാധനമാണ്. ബാക്കിയെല്ലാം കോമൺ മാൻ ആണ്, പക്ഷെ അവൻ വായന പറയും കോമൺ മാൻ ആണെന്ന്. സിംഹം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ സ്വയം പൊക്കി ആവണ്ട, എനിക്ക് ട്രോൾ ചെയ്യാൻ നിർത്തി. ഞാൻ ആൾക്കാരെ ട്രോൾ ചെയ്ത് കൊന്നു കളി എന്തെങ്കിലും പറഞ്ഞാൽ. അപ്പൊ എനിക്കൊരു ആനിമൽ ആവണ്ട. പക്ഷെ ടൈഗർ എന്ന് പറയുമ്പോൾ, സോറി ലയൺ അല്ലേ, ടൈഗർ ലയൺ പറയുമ്പോൾ ജിസേൽ ഭയങ്കര ഒരു ഫിയേഴ്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതില കളർ ചേഞ്ച് ചെയ്യും. അതില ഒരു സീക്രട്ട് വന്ന് ഇവിടെ ചെയ്യും, അവിടെ പോയിട്ട് വേറെ ആൾ സൈഡ് മാറും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ബാക്കിൽ നിന്ന് അങ്ങനെ കുറ്റം പറയും, അങ്ങനെയൊക്കെ. അപ്പോൾ അതായിരുന്നു ആര്യൻ ആ ഒരു സെഗ്മെന്റ്. അടിപൊളി. താങ്ക്സ് എ ലോട്ട്.